അമാന ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്ന കോതമംഗലം സ്വദേശിനി അമീന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎം ഏരിയ സെക്രട്ടറി വി.കെ. രാജീവ് ആശുപത്രിയിലെ ജനറൽ മാനേജറുടെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. അമാന ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഇവിടെ ജോലി ചെയ്യുന്ന ഒരു നഴ്സിംഗ് സ്റ്റാഫ്, ഒരു ചെറിയ പെൺകുട്ടി, 10, 20, 21 വയസ്സുള്ള ഒരു പെൺകുട്ടി തൊഴിലിടത്തിലെ പീഡനത്തിൽ പ്രതിഷേധിച്ച് ജീവനൊടുക്കുന്ന സംഭവം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടന്നത് DYFIയുടെയും മഹിളാ അസോസിയേഷൻ്റെയും സമരമാണ് നടന്നത്. ആ സമരത്തിൽ ആ കുട്ടിയുടെ സഹപ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ നേഴ്സുമാരുടെ യൂണിയൻ്റെ പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട്. ആ സമരം തുടർന്ന് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ഉണ്ടായിട്ടുള്ള 2-3 കാര്യങ്ങൾ. ആദ്യം കേട്ടത്, ഈ കുട്ടി ഇവിടെ നിന്ന് പോവുകയാണ്, വിരമിച്ചു പോവുകയാണ്. അങ്ങനെ പോയി വേറൊരുത്തിയിൽ പോയി ജോലിയിൽ പ്രവേശിക്കാൻ വിദേശത്ത് പോകുന്നതിന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചു തടഞ്ഞു എന്നാണ്. അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തടഞ്ഞതിൽ പ്രതിഷേധിച്ച് ആ കുട്ടി ആത്മഹത്യ ചെയ്തു. കുറേ മെഡിസിൻ കഴിച്ച് ആത്മഹത്യ ചെയ്തു. അന്നിങ്ങനെ കേട്ടത്, അങ്ങനെ ഒരു ചെറിയ കാര്യത്തിന് ആത്മഹത്യ ചെയ്യണമെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. ഞങ്ങൾ പിന്നീട് ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്, ചെറിയ പൈസക്കാണ് ഈ കുട്ടി 6,000 രൂപയാണ് അത്ര ഇവർ കൊടുക്കാറുള്ളത്. അങ്ങനെയാണ് ഈ 2-3 വർഷം ജോലി ചെയ്തത്. ആ ജോലി ചെയ്തത് ഈ കുട്ടി ഇവിടുന്ന് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി പുറത്തു പോകാൻ വേണ്ടിയാണ്. അത് തടഞ്ഞതിലുള്ള മാനസിക വിഷമം മാത്രമല്ല, ഈ 3 വർഷവും തൊഴിലിടത്തിലുണ്ടായ കടുത്ത മാനസിക പീഡനത്തിൻ്റെ ഭാഗമായാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 3 വർഷമായി തുച്ഛമായ വേതനത്തിന് അമാനയിൽ ജോലി ചെയ്തിരുന്ന അമീന തനിക്ക് മികച്ച ഒരു അവസരം വിദേശത്ത് ലഭിച്ചപ്പോൾ അത്രയും കാലം ജോലി ചെയ്ത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് മുൻ ജനറൽ മാനേജറായിരുന്ന N. അബ്ദുൾ റഹ്മാനോട് ചോദിച്ചപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അമീനയെ അങ്ങേയറ്റം അപമാനിച്ചു എന്നതാണ് അമീനയുടെ മരണകാരണമെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ആശുപത്രിയിൽ നിലവിലുള്ള നഴ്സിംഗ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം ജീവനക്കാരും ക്വാളിഫൈഡ് നഴ്സുമാർ ല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരമൊരു ആശുപത്രി തുറന്നിരിക്കാൻ പാടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ഇനിയുള്ള 2-3 കാര്യങ്ങൾ. ഒന്ന്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരുന്നത്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള യോഗ്യത തൊഴിൽ നൽകിയ അമാന ആശുപത്രിക്കില്ല എന്നിപ്പോൾ പുറത്തു വരുന്നു. 2, അമാന ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നഴ്സിംഗ് സൂപ്രണ്ട് ഉൾപ്പെടെ സ്റ്റാഫ് നേഴ്സ് അല്ല എന്നിപ്പോൾ പുറത്തു വരുന്നു. അവർ നഴ്സിംഗ് കഴിഞ്ഞ ആളല്ല. ഇവിടെ ജോലി ചെയ്യുന്ന നഴ്സുമാരിൽ ഭൂരിഭാഗം ആളുകളും ചെറിയ ചെറിയ കോഴ്സുകൾ കഴിഞ്ഞ് ജോലിക്ക് ഇവർ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നഴ്സിംഗ് സൂപ്രണ്ട് ആശുപത്രി തുടങ്ങി 15 വർഷമായി നഴ്സിംഗ് സൂപ്രണ്ടായി ജോലി ചെയ്യുന്ന ആൾ ഉൾപ്പെടെ നഴ്സിംഗ് കഴിഞ്ഞ ആളല്ല എന്ന് പറയുമ്പോൾ ഈ ആശുപത്രി തുറന്നിരിക്കാനും പാടുണ്ടോ? 2, ഗ്രാമപഞ്ചായത്തിനെ പറ്റിക്കുന്നു, ലേബർ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിക്കുന്നു. ഇങ്ങനെ ഒരു തട്ടിപ്പ് സംഘം ആയി ഈ ആശുപത്രി മാറി. അങ്ങനെ മാറിയതിൻ്റെ ഭാഗമായി ചെറിയ പ്രതിഷേധങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഈ ഗുണ്ട ടീമിനെ പെട്ട ആളുകളെ വെച്ച്, മാനേജർന്നും പറഞ്ഞു വെച്ച്, അവരെ കൊണ്ട് ഈ പാവപ്പെട്ട പെൺകുട്ടികളെ വിരട്ടി, അങ്ങനെ ആ വിരട്ടലിന് വിധേയമായി ആരെങ്കിലും പ്രതിഷേധിച്ച് അവരൊക്കെ ഒഴിഞ്ഞു പോയിക്കൊള്ളാം. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുപാട് സീനിയറായിരുന്ന യഥാർത്ഥ നഴ്സുമാർ ഇവിടെ നിന്ന് ഇവനെ സഹിക്കവയ്യാതെ മാനേജ്മെന്റിനെ സമീപിക്കുമ്പോൾ മാനേജ്മെന്റിന്റെ സംരക്ഷണം കിട്ടാതെ ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ജോലി യഥാർത്ഥ നഴ്സുമാരാ പോയത്, യോഗ്യത ഉള്ളവര് പുറത്തുപോയി. ഇപ്പം ഇവിടെ ജോലി ചെയ്യുന്നത് ഈ 6 മാസത്തെ കോഴ്സ്, അതിനെ ബാധ്യ വഴിയിൽ നിൽക്കുന്നവർ, ഇങ്ങനെ ഉള്ളവരുൾപ്പെടെ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഞാൻ അവരൊന്നും കുറ്റം പറയില്ല. അവരൊക്കെ ഏതെങ്കിലും ഒരു ജോലി തേടി എവിടെയാണോ ഒരു 10 രൂപ കിട്ടുക, നമ്മുടെ സംവിധാനം അതാണല്ലോ, കുട്ടികൾ നന്നായി പഠിക്കും, ഓരോരുത്തരുടെ ശേഷിക്കനുസരിച്ച് പഠിക്കും. അപ്പോൾ എവിടെയെങ്കിലും ജോലി വേണം. അത് എറണാകുളത്തുകാർ മലപ്പുറത്തേക്ക് വരും, മലപ്പുറത്തുകാർ കാസർഗോട്ടേക്ക് പോകും. അങ്ങനെ ചെല്ലുന്ന സ്ഥലങ്ങളിൽ സംരക്ഷണമില്ലാതെ വരുമ്പോൾ അത് അനുവദിക്കാൻ കഴിയില്ല. അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഞങ്ങളതിൽ തുടരാൻ തീരുമാനിച്ചിട്ടുള്ളത്. പോലീസിൽ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്. പോലീസ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള വാക്ക്,
ആ മെറിറ്റ് അനുസരിച്ച് ഞങ്ങൾ നടപടി സ്വീകരിക്കും. ഇന്നലെ 10 പേര് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇനിയും കുട്ടികൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ തയ്യാറായി വരുന്നു മനസ്സിലാക്കുന്നു. അതിൽ ഇനി ഞങ്ങൾ വെക്കുന്നു, മാനേജറായി ഇപ്പം മുങ്ങി നടക്കുന്നവന്റെ പേരിൽ മാത്രം നടപടി പോരാ. ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇത്തരം ഒരാളെ വെച്ച് ഒരു മനുഷ്യജീവനെ വില നൽകാതെ അതിനെ മരണത്തിലേക്ക് തള്ളിവിട്ട മാനേജ്മെന്റിന്റെ പേരിൽ നടപടി വേണം, ആശുപത്രിയുടെ പേരിൽ നടപടി വേണം. ഇതാണ് ഈ വിഷയത്തിൽ വെക്കാനുള്ളത്. അമീനയുടെ മരണത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസിൽ തങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ആരോപണ വിധേയനായ അബ്ദുൾ റഹ്മാൻ ഒളിവിൽ പോയതായാണ് വിവരം. ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം. അമ്മേ, എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി. അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ടടാ. പറയമ്മേ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, KSF-ൽ ഒരു ചിട്ടി ചേരും. KSF-യോ? ഹായ് വേണുമാമ. എന്താ ഒരു ചിരി? നീ ഇരിക്കുന്ന MNC ജോലിക്കുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി KSF ചേർന്ന് ഉണ്ടാക്കിയതാ. നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം KSF ആയിരുന്നു. KSF-യുടെ പുതിയ ഹാർമണി ചിട്ടിയുണ്ട്, ഉടനെ നീ അതിൽ ചേരണം. KSF ഹാർമണി ചിട്ടികൾ. അമ്മേ, KSF ചിട്ടിയിൽ ഞാൻ ചേർന്നു കേട്ടോ. നന്നായടാ. അമ്മയ്ക്ക് മോനും ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട്. KSF ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSF, ഈ നാടിന്റെ ധൈര്യം.